ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സരയു തന്റെ മനസ്സിലിട്ട് തന്റെ മുറച്ചെറുക്കനായിട്ടുള്ള കിരണിനെ ഒരുപാട് സ്വപ്നം കാണുകയും തന്റെ മകൾക്ക് അവൻ അച്ഛനാകുമെന്ന് പ്രതീക്ഷിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. എന്തായാലും ആ ഒരു സംഭവം അറിഞ്ഞതിന് ശേഷം, ആ ഒരു കാര്യം താരയെ അറിഞ്ഞതിന് ശേഷം താരയ്ക്കാണെങ്കിൽ മനസ്സിന് യാതൊരു വിധത്തിലുള്ള സമാധാനവുമില്ല. അവളുടെ മുഖത്ത് എപ്പോഴും ടെൻഷനും വിഷമവും തന്നെയാണ്. എന്തായാലും കിരൺ അവിടേക്ക് സരയുവിനെ കാണാൻ വേണ്ടി എത്തുന്നുണ്ട്. അപ്പോഴും താരയോട് ചോദിക്കുന്നുണ്ട്, ആന്റിയുടെ മുഖത്ത് എന്താ വല്ലാത്തൊരു വിഷമം പോലെ, ആന്റിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ മുകളിലേക്ക് ചെല്ലുകയാണ് സരയുവിന്റെ അരികിലേക്ക്. സരയു ആ സമയം തന്റെ പ്രിയതമനെ, അതായത് കിരണിനെ സ്വപ്നം കണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ കിരൺ വന്ന് നിൽക്കുമ്പോൾ അവളുടെ മനസ്സിൽ തുടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്വപ്നം, ആ ഒരു ആഗ്രഹം അവൾ കിരണിനെ അറിയിക്കുകയാണ്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, നീ എനിക്ക് എൻ്റെ കുഞ്ഞിന് അച്ഛനാവണം എന്നൊക്കെ ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോൾ കിരൺ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. കിരൺ ആദ്യം വിചാരിക്കുന്നത് അവളുടെ മനസ്സിൽ വേറെ ആരോ ആണ്. അതുകൊണ്ട് തന്നെ അവളുടെ മനസ്സിലുള്ള ആ ആളുമായിട്ട് എത്രയും വേഗം വിവാഹം നടത്തി കൊടുക്കണം, ഈ വിഷു വരുന്നതിന് മുമ്പ് തന്നെ വിവാഹം നടത്തി കൊടുക്കണം, അതും പറഞ്ഞിട്ട് അവൾക്ക് വാക്കും കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ മനസ്സിലുള്ളത് താനാണെന്ന് അറിയുമ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ സരയു, ഭ്രാന്തായോ, നീ എന്താ ഈ പറയുന്നത്? ഞാൻ എന്താ ഇപ്പോ അവിവാഹിതനായി നിൽക്കുന്ന ഒരുത്തനല്ല ഞാൻ, എനിക്ക് ഭാര്യയുണ്ട്, എനിക്കൊരു കുഞ്ഞുണ്ട്, അങ്ങനെ ഒരാളാണോ നിന്നെ സ്നേഹിക്കേണ്ടത്? എന്തൊക്കെയാ നീ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട്, അപ്പൊ എടാ കിരൺ, എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല, എനിക്ക് നിന്നോട് ഭ്രാന്തമായ സ്നേഹമാണുള്ളത്, ഒരിക്കലും നീ എന്നെ കൈവിട്ടു പോകല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അവൻ ആ കൈകളൊക്കെ എടുത്ത് വലിച്ചെറിയുകയാണ്. സരയു എന്നും പറഞ്ഞിട്ട് ആ ഒരു സമയത്ത് അവളിങ്ങനെ ഇങ്ങനെ ഒരു ഭ്രാന്തിന്റെ ഒരു അവസ്ഥ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് അവനിങ്ങനെ ഓരോന്ന് ചെയ്യാൻ നിൽക്കുമ്പോൾ അവൻ അവളുടെ മുഖത്തടിക്കുകയാണ് ചെയ്യുന്നത്. പറയുന്നത്, നിന്നോടാ പറഞ്ഞത് അടങ്ങി നിൽക്കാൻ, നീ എന്താ ഇങ്ങനെയൊക്കെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം സരയു പറയാണ്, നീ എന്നെ ഒരിക്കലും ഉപേക്ഷിക്കരുത്, നീ എന്നെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ എനിക്ക് ആകെ ഇപ്പോൾ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് നിന്റെ സ്നേഹം തന്നെയാണ്. ആദ്യം എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിരുന്നില്ല, പക്ഷെ ഇപ്പോൾ എനിക്ക് അത് പറ്റുന്നില്ല. നമ്മുടെ ഇവളാണെങ്കിൽ കല്യാണി നിന്റെ കൂടെ യാത്ര ചെയ്യുമ്പോഴും അതുപോലെ നീയുമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നീ എന്നെ കൈവിടലേ കിരണേ, നീ എൻ്റെ കുഞ്ഞിന് അച്ഛനാവണം, കല്ലുമോനെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം എന്നൊക്കെ ഇങ്ങനെ സരയു പറയുന്നത് കേൾക്കുമ്പോൾ പട്ട് പിടിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോരുകയാണ് നമ്മുടെ കിരൺ. അങ്ങനെ താഴെ എത്തുമ്പോൾ താരയോട് പറയുന്നുണ്ട്, അത് ശരി, ആന്റിക്ക് ഈ ഒരു സംഭവം അറിയായിരുന്നു അല്ലേ, അവൾ എന്നോട് ഒരു കാര്യം പറഞ്ഞു, അവൾക്ക് ഞാൻ ഭർത്താവാകണമെന്ന്. അപ്പോൾ ഈ ഒരു സംഭവം അറിഞ്ഞുകൊണ്ടാണല്ലേ ആന്റിയുടെ മനസ്സിൽ ഇത്രയും ദിവസം വിഷമവും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നിരുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെ അത് ചോദിക്കണ കേൾക്കുമ്പോൾ നമ്മുടെ താരയ്ക്ക് ഒന്നും പറയാനാകാതെ അങ്ങനെ താര അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ശരി, എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു, ഇനിയിപ്പോ അവളെ ഇനി വല്ലാതെ ആയിക്കഴിഞ്ഞാൽ, അവൾ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടാണ്, അവൾ വല്ലാതെ ആയിക്കഴിഞ്ഞാൽ അവളെ ഇനിയിപ്പോ മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും ആന്റി. എനിക്കൊരിക്കലും അവൾ പറയുന്ന കാര്യങ്ങളോടൊന്നും അംഗീകരിക്കാനും യോജിക്കാനും കഴിയുന്നതല്ല, അറിയാലോ, എൻ്റെ മനസ്സിൽ ഒരേ ഒരു പെണ്ണുള്ളൂ കല്യാണി, അവളെ ഞാൻ ഒരിക്കലും ചതിക്കില്ല എന്നും പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ്. അങ്ങനെ അതൊരു വല്ലാത്തൊരു ഷോക്കായി മാറുന്നുണ്ട് നമ്മുടെ സരയുവിന്. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ ഈ പറയുന്ന രാഹുൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്, പരോളിൽ ഇറങ്ങുന്നുണ്ട്. അങ്ങനെ രാഹുൽ ഇറങ്ങിയതിന് ശേഷം ഒരു വീട്ടിലേക്കും ചെന്ന് കയറാൻ പറ്റില്ല. കാരണം ആ വാടക, അതായത് നമ്മുടെ കിരണിന്റെ തൊട്ടപ്പുറത്തെ വീട്ടിലായിട്ട് താമസിക്കുന്നത് താരയും അതുപോലെ തന്നെ സരയുമാണ്. പിന്നെ രൂപയുടെ കൂടെയുള്ളത് ശാരിയും, രൂപയുടെയും ചന്ദ്രസേന്റെയും കൂടെയുള്ള ശാരി. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ എവിടേക്കും പോകാൻ പറ്റുന്നില്ല. എന്തായാലും തന്റെ മകളെ കാണാൻ ആഗ്രഹിക്കുകയാണ്. തന്റെ മകൾ തന്റെ ആഗ്രഹത്തിനൊപ്പം തന്നെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് സന്തോഷത്തിലാണ് രാഹുൽ നിൽക്കുന്നത്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ രാഹുൽ മകളെ കാണുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തായി മോള് പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായി എന്ന് ചോദിക്കുകയാണ്. ആ സമയം സരയു പറയുന്നുണ്ട്, ഇല്ല അച്ഛൻ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും കാര്യങ്ങൾ നടക്കുന്നില്ല. ഞാൻ എൻ്റെ മനസ്സിലെ പ്രണയം കിരണിനോട് തുറന്ന് പറയുകയുണ്ടായി, പക്ഷെ അവൻ ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ തയ്യാറല്ല. എന്നെ വഴക്ക് പറയുകയും എന്നെ ശാസിക്കുകയും ചെയ്തിട്ടാണ് അവിടെ നിന്നും പോയത്. അവനെ എനിക്ക് കിട്ടണം എനിക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ കല്യാണിയുടെ സ്വഭാവം എനിക്കിപ്പോൾ തീരെ പിടിക്കുന്നില്ല. അവളാണ് എൻ്റെ കുഞ്ഞിനെ ആ ദുഷ്ടനായ മനോഹറിനെ കൊണ്ട് കാണിച്ചു കൊടുക്കാനൊക്കെ പോയത്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇത് അംഗീകരിക്കില്ല. ഞാൻ
അവളെ സ്നേഹിക്കുന്നില്ല, എനിക്ക് അവളെ ഇപ്പൊ ഒരുപാട് വെറുപ്പാണ്, അവൾക്ക് എന്തെല്ലാം ദോഷങ്ങൾ ചെയ്യാൻ പറ്റുന്നു അതും കൂടിയാണ് ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എനിക്ക് കിരണിനെ കിട്ടണം എന്ന് പറയുകയാണ്. അതെ, മോളുടെ ഒപ്പം തന്നെയാണ് ഈ അച്ഛൻ നിൽക്കുന്നത്. ഒരിക്കലും അവനെ മോൾക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അവനുമായിട്ടുള്ള ജീവിതം മോൾക്ക് സ്വർഗതുല്യം തന്നെ ആയിരിക്കും. ആ ദുഷ്ടനായ മനോഹറും അതുപോലെ തന്നെ ഈ കല്യാണിയും കിരണിന്റെ ജീവിതത്തിലോട്ട് വന്നതിന് ശേഷമാണ്, ക്യാൻറ്റീനിലെ പണിക്കാരിയായി വന്നതിന് ശേഷമാണ് മോളുടെ നമ്മുടെയൊക്കെ ജീവിതം തകർന്നത്. അതുകൊണ്ട് നമുക്ക് ആ ജീവിതം പിടിച്ചെടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ എന്തായാലും ജയിലിലോട്ട് പോകും, എനിക്ക് എൻ്റെ കാര്യമൊന്നും മോള് നോക്കണ്ട, പക്ഷെ മോളുടെ ജീവിതം സുരക്ഷിതമാകാനാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നിങ്ങനെ പറയുകയാണ്. അപ്പൊ ആ സമയത്ത് രാഹുൽ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഇനിയിപ്പോ പരോളിൽ തിരിച്ചു കയറുന്നതിന് മുമ്പ് ആ കല്യാണി എന്ന് പറയുന്നവളെ തീർക്കണം. അവൾ ഇല്ലാതായി കഴിഞ്ഞാല് കിരണിന്റെ മനസ്സിലോട്ട് നിനക്ക് പെട്ടെന്ന് ഇടം പിടിക്കാനും സാധിക്കും. അവൾ നിന്നെ സ്നേഹിക്കും. അവൻ ഒറ്റയ്ക്കാകുമ്പോൾ നിനക്ക് അവന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് അവന്റെ മനസ്സിലോട്ട് ഇടം പിടിക്കാം. പിന്നെ കല്ലുമോനും നീ ഒരു അമ്മയായി മാറണം എന്ന് പറയുമ്പോൾ സത്യമായിട്ടും അതങ്ങനെ തന്നെയായിരിക്കും. അവന്റെ കുഞ്ഞെന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞിനെ പോലെ തന്നെയാണ്. ഞാൻ ഒരിക്കലും ആ കുഞ്ഞിനെ കൈവിടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തോളാം എന്ന് രാഹുൽ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ കല്യാണിയാണെങ്കിൽ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. കിരൺ കല്യാണിയോട് ആ ഒരു കാര്യം പറഞ്ഞിട്ടുമില്ല. സരീന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് അറിയിച്ചിട്ടുമില്ല. കാരണം അവൾ വിഷമിക്കുന്നത് കൊണ്ട് തന്നെ പറഞ്ഞില്ല. എന്തായാലും കല്യാണി സൈറ്റിലോട്ട് അങ്ങനെ പോവുകയാണ്. ഒരു വലിയൊരു ബിൽഡിങ്ങിലേക്കാണ് പോകുന്നത്. അപ്പൊ ആ ബിൽഡിങ്ങിന്റെ മുകളിൽ രാഹുൽ അങ്ങനെ ഒളിച്ചു നിൽക്കുന്നുണ്ട്. ഇവള് കല്യാണി കാറിൽ വന്ന് ഇറങ്ങുന്നതും അതുപോലെ തന്നെ മുകളിലേക്ക് സ്റ്റെപ്പ് കയറി വരുന്നതും ഒക്കെ അവരിങ്ങനെ മറഞ്ഞു നിൽക്കുന്ന കാണുന്നുണ്ട്. അതിന് ശേഷമാണെങ്കിലും കല്യാണിയെ ആ ബിൽഡിങ്ങിൽ വെച്ചിട്ട് കുത്തി കൊല്ലാനാണ് തീരുമാനിച്ചിട്ടത്. രാഹുലിന്റെ കയ്യിലൊരു കത്തിയുണ്ട്. ഇനിയിപ്പോ ഗുണ്ടകളെ ഏർപ്പാടാക്കാനൊന്നും അവന്റെ കയ്യിൽ പൈസയില്ല. അതുകൊണ്ട് അതിന് മുതിരാതെ അവൻ നേരിട്ടാണ് ഇറങ്ങുന്നത്. അങ്ങനെ കല്യാണി അവിടുത്തെ സൈറ്റൊക്കെ കണ്ട് അവളുടെ കയ്യിൽ ഒരു പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഫയലൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നടക്കുകയാണ്. പുറകിലൂടെ രാഹുൽ വന്നിട്ട് അവളുടെ വായയും മൂക്കും കൂടി പൊത്തുകയാണ്. അങ്ങനെ അവൾക്ക് ആരാണെന്ന് അറിയാതെ അവൾ അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് അവളെ കൊല്ലാൻ നിൽക്കുന്ന ആ സമയം തന്നെയാണ് അവളുടെ രക്ഷയ്ക്കായിട്ട് അവളുടെ സ്വന്തം അച്ഛൻ നമ്മുടെ പ്രകാശൻ അവിടേക്ക് എത്തുന്നത്. അങ്ങനെ പ്രകാശൻ അവന്റെ ഇരുമ്പ് വടി കൊണ്ട് അവന്റെ തലയ്ക്കടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ സമയം രാഹുൽ അവിടെ വീഴുന്നുണ്ട്. എന്തായാലും കല്യാണിയെ ആ ഒരു നിമിഷത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് അച്ഛൻ തന്നെയാണ് എത്തുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കല്യാണി തിരിച്ചറിയുന്നുണ്ട്. സരയുവും അച്ഛനും ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. കിരൺ അറിയുമ്പോൾ അത് വല്ലാത്തൊരു ഷോക്കായി മാറുകയും ചെയ്യുന്നുണ്ട്. കിരൺ മനസ്സിലാകുന്നുണ്ട് എന്തുകൊണ്ടാണ് കല്യാണിക്ക് നേരെ ഇപ്പം ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത്, തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സരയു ചെയ്തതാണെന്ന് മനസ്സിലാക്കുകയാണ്. എന്തായാലും അതിൻ്റെ ഇടയിലാണെങ്കിൽ ഈ പറയുന്ന CI അദ്ദേഹം അന്വേഷണം ഊർജിതമാക്കുകയാണ്. അദ്ദേഹം ഉടനെ തന്നെ ഗംഗപ്രസാദിനെ കൊന്നത് ആരാണെന്നുള്ള തെളിവ് സഹിതം കണ്ടെത്തുന്നുണ്ട്. അത് ഉടനെ തന്നെ അത് കിരണാണെന്നാണ് കിരണിന്റെ വിശ്വാസം. പക്ഷെ കിരണല്ല, അത് യഥാർത്ഥ കൊലയാളി ആരാണെന്ന് CI കണ്ടെത്തുകയും അതെല്ലാവരെയും അറിയിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ സ്റ്റെഫിയെയും അത് അറിയിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ സ്റ്റെഫിക്ക് സമനില തെറ്റിയ പോലെ ആവുകയാണ്. തന്റെ ഗംഗയെ ഇനി ജീവിച്ചിരിപ്പില്ല എന്നറിയുമ്പോഴും അതുപോലെ തന്നെ എല്ലാവരും സത്യങ്ങൾ അറിയുന്ന എല്ലാവരും ഇനിയിപ്പോ എന്തായാലും ഈ പ്രതി എന്ന് പറയുന്ന ഒരു പക്ഷെ നമ്മുടെ പ്രകാശൻ തന്നെയായിരിക്കും. പ്രകാശനാണ് ഇതിന്റെ പിന്നിലുള്ളതെന്ന് എല്ലാവരും മനസ്സിലാക്കുകയും തന്റെ മകൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ ചെയ്തതിൽ ആള് ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് എന്ന കാര്യമൊക്കെ പറയുകയാണ്. അങ്ങനെ അതിനുശേഷം പ്രകാശനെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ അവനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി എടുക്കുന്നുണ്ട്. കിരണിന്റെ സ്വാധീനവും ചന്ദ്രസേന്റെ സ്വാധീനമൊക്കെ ഉപയോഗിച്ചിട്ട് പിന്നെ എല്ലാവരും ഒരു ട്രിപ്പ് പോലെ ഈ പറഞ്ഞ ഇവളുടെ അമലുവിന്റെയും വേലുവിന്റെയും ആ കല്യാണത്തിന് കാട്ടിലേക്കുള്ള ഒരു യാത്രയും കാര്യങ്ങളൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്. എന്തായാലും കല്യാണിക്ക് ഒരു അപകടവും ഉണ്ടാകില്ല. അവളുടെ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും മരണത്തിൽ വിട്ടുകൊടുക്കാതെ അവളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും അവൾക്ക് യാതൊരു കേടുപാടുകളും കൂടാതെ അവളെ രക്ഷപ്പെടുത്തുന്ന ഭാഗമാണ് വരാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. എന്തായാലും ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.